ഹായ് ഗായ്സ്, ഞാനേ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടാവും, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ, അതായത് KSRTCയിലും പ്രൈവറ്റ് ബസ്സിലൊക്കെ ഇപ്പോൾ ഈ പെൺകുട്ടികളെ തന്നെ ബാഡ് ടച്ച് ചെയ്തു, എനിക്ക് എന്നെ ലൈംഗിക അതിക്രമണം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ റീലായിട്ട് പോസ്റ്റ് ചെയ്യുന്നു, പബ്ലിക്കലി പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹ്യൂമിലേഷൻ താങ്ങാൻ സാധിക്കാതെ ഇന്നലെ അദ്ദേഹം ദീപക് എന്ന് പറയുന്ന അദ്ദേഹം മരിച്ചു. ആ ഒരു വീഡിയോയിലുണ്ടായിരുന്നത്. ഇതിൻ്റെ മുന്നേ ഇതേപോലത്തെ വേറൊരു പെൺകുട്ടി വന്ന് ചെയ്തിരുന്നു. അത് മുഖം ബ്ലറായ കാരണം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ആൾ രംഗത്ത് വന്നിട്ടും കാര്യങ്ങളൊന്നുമില്ല, വാട്ടെവർ. പക്ഷേ ഇതിലുണ്ടായിരുന്ന വ്യക്തിയും അയാളുടെ മുഖം പബ്ലിക്കലി എന്താ പറയുക, ബ്ലർ ചെയ്യാതെയോ ഇതാക്കാതെയോ കാണിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഹ്യൂമിലിയേഷൻ താങ്ങാൻ സാധിക്കാതെയാണ് അദ്ദേഹം മരിച്ചത്, സൂയിസൈഡ് ചെയ്തത്. ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആലോചിച്ചത് എൻ്റെ വീട്ടിലുള്ളവർ, അതായത് എൻ്റെ അച്ഛൻ, എനിക്ക് 2 അനിയന്മാർ, പിന്നെ അച്ഛനുണ്ട്, ഹസ്ബൻഡുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് നല്ലവരായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സ്. എല്ലാവരും ചുറ്റിലും അറിയുന്ന ഒരുപാടുണ്ട്, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിലും ഉണ്ടാവും നല്ലവരും ചീത്തവരും ഉണ്ട് കേട്ടോ. എല്ലാവരും നല്ലവരെന്ന് ഞാൻ പറയുന്നില്ല, അല്ലാത്തവരും ഉണ്ട്. പക്ഷെ ഞാൻ ഈ നല്ലവരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരോടാണ്, അതായത് നിങ്ങൾ ബോയ്സിനോടാണ് പറയാനുള്ളത്. ഇതുപോലെ ഇനി ഏതെങ്കിലും പെൺകുട്ടികൾ, ഞാനടങ്ങുന്ന പെൺകുട്ടികളെന്ന് പറയാമല്ലോ, ഞങ്ങളുടെ ഇടയിലുള്ള ഏതെങ്കിലും ഒരുത്തി വന്ന് ഇതുപോലെ ഡീഫമേഷൻ ചെയ്യാം, അതായത് ഫേക്ക് വീഡിയോ, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതായത് നിങ്ങളെ ഫേക്ക് കേസ് കൊടുത്തിട്ട് ഫേക്ക് വീഡിയോ ആക്കിയെടുത്തിട്ട് ഇതുപോലെ ഹ്യൂമിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കംപ്ലയിൻറ്റ് ചെയ്യുക, പ്രതികരിക്കാം. നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തിന് അതിന് സാധിക്കാത്തതുകൊണ്ടാവും, ആ ഒരു പനക്കെട്ടി ഇല്ലാത്ത കാരണമാവും അദ്ദേഹം സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാകും. നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇനി ഇതുപോലെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ബോയ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, ജസ്റ്റ് കംപ്ലയിൻറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി പിന്നെ വേറെടുത്ത് കാണിച്ചാൽ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് വേറെയും പറയാനുള്ളത്, നിങ്ങൾ ഗേൾസിനോട്, അതായത് നിങ്ങൾക്ക് ഇതുപോലെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എന്തെങ്കിലും ഇതുപോലെ അനുഭവം കാര്യങ്ങൾ ഉണ്ടാകുകയെന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക. അല്ലാതെ വീഡിയോ എടുത്ത് ഇരിക്കുകയല്ലേ വേണ്ട. വീഡിയോ വേണ്ടാമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോ. പക്ഷെ അത് പ്രൈവറ്റാക്കി നിങ്ങളെ ഈ കേസ് കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ സറണ്ടർ ചെയ്താൽ മതിയോ, തെളിവായിട്ട്, എവിഡൻസിന് എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഒരിക്കലും നിങ്ങളിങ്ങനെ പബ്ലിക്കലി പോസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രതികരിക്കണം. അങ്ങനെ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആദ്യം വന്ന് നിൽക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരിക, ട്രസ്റ്റ് മീ ഗൈസ്, ഏതെങ്കിലും ഒരു ആൺകുട്ടിയായിരിക്കും. ഗേൾസിനും കൂടി കൂടുതൽ അവരായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കുന്നത് ഒരു ആൺകുട്ടിയായിരിക്കും. നിങ്ങളെ ഓർത്ത് വെച്ച് ഇവർക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് നിങ്ങൾ ഈ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടാവാൻ ഏതെങ്കിലും ഒരു ആൺകുട്ടികളുണ്ടാവും, ഏതെങ്കിലും ഒരു അച്ഛനോ സഹോദരനോ ആരെങ്കിലും, ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കിടയിൽ ആരും അല്ലാത്തൊരാൾ വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ട്രസ്റ്റ് മീ, ഉണ്ടാവും. സോ അങ്ങനെയുള്ള ആണുങ്ങളും നമ്മളെ ഇടയിലുണ്ട്. അവരെയും കൂടി വെറുതെ ഹ്യൂമിലേറ്റ് ചെയ്യരുത്, ഒരു കാര്യമില്ലാതെ. നിങ്ങളെ റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. എൻ്റെ ഒരു അപേക്ഷയാണ്.